മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും ചോദിച്ചു. നമ്മളിന്ന് R3 വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. സോ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എക്സോസ്റ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇതിൽ സർഫസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ട് കാണാൻ കുറച്ച് മോശമായിട്ടിരിക്കുകയാണ്. സോ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എന്തെങ്കിലും ഹൈ ടെമ്പറേച്ചർ പെയിൻ്റ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് അടിപൊളിയാക്കാം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പാനൽ ഊരേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റ് ഊരാൻ കുറച്ചുകൂടി ഈസി ആക്സസ് കിട്ടും. രണ്ടാമത്തെ കാര്യം നമുക്കിവിടെ മുകളിലൊരു പാനലുണ്ട്. സോ ആ പാനൽ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ഊരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ പാനൽ നമുക്ക് റിമൂവ് ചെയ്യാം. സോ നമ്മുടെ ബോഡി പാനൽ നമ്മൾ ഊരി കഴിഞ്ഞു. നമുക്ക് ഇനി ചെയ്യേണ്ട എക്സോസ്റ്റ് ഊരുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് എക്സോസ്റ്റിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഉണ്ടാവും. അത് കണ്ടുപിടിക്കണം. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ R3 ഊരുന്നത്, ഇത്രയും ഊരുന്നത്. സോ ഇനിയിപ്പോൾ നമുക്ക് മാത്രമല്ല, നമുക്കിവിടെ ഫ്രണ്ടിലും ഒരു 4 ബോൾട്ട് ഉണ്ടാവും. അതായത് നമ്മുടെ എക്സോസ്റ്റ് പോയി കണക്റ്റ് ആവുന്ന ഈ പോർഷനിലായിട്ട് ഒരു 4 ബോൾട്ട് ഉണ്ടാവും. സോ നമുക്ക് അത് ഊരി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എക്സോസ്റ്റ് റിലീസ് ആവും. എക്സോസ്റ്റ് ഊരാൻ നേരത്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ കാറ്റലറ്റിക് കൺവേർട്ടറിലോട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ മഫ്ലറില്ലേ, അതായത് അതാണ് മഫ്ലർ എന്ന് പറയുന്നത്. നമ്മുടെ കാറ്റലറ്റിക് കൺവേർട്ടറാണ് ഇവിടെ വരുന്നത്. സോ രണ്ടും തമ്മിൽ ഒരു കണക്ട് ചെയ്യാനായിട്ട് നടുക്കൊരു കപ്ലറുണ്ട്. ഇത് ടൈറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇനി അതൊന്ന് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ഊരാൻ. മാത്രമല്ല നമ്മുടെ മുകളിലത്തെ എക്സോസ്റ്റിൻ്റെ ഈ മുകളിലത്തെ മൗണ്ടും ടൈറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഒരു വലിയ ഗ്യാപ്പ് കിടപ്പുണ്ട്. സോ നമുക്ക് എന്തായാലും അത് ഫിക്സ് ചെയ്യാം. എക്സോസ്റ്റിൻ്റെ നമ്മൾ 4 ബോൾട്ട് ഊരി കഴിഞ്ഞു. നമുക്ക് ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എക്സോസ്റ്റിൻ്റെ സെൻട്രലായിട്ടൊരു മൗണ്ട് ഉണ്ട്. അത് വരുന്നത് നമ്മുടെ ഇവിടെയാണ്, ഈ പെഗിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. സോ നമുക്ക് ആ 2 അലൻ ബോൾട്ട് ഊരി കഴിയുമ്പോൾ 6mm അലൻ ബോൾട്ടാണ്. അത് 2 ഊരി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അകത്തുനിന്ന് ഒരു 12mm ഒരു ബോൾട്ട് കാണാം. സോ അതും കൂടി ഊരി കഴിയുമ്പോൾ എക്സോസ്റ്റ് നമുക്ക് ഫ്രീ ആവും. സോ നമുക്കിനി അതും കൂടി ഊരാം. സോ ഇതാണ് നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഫെയർലി ഇൻ ഗുഡ് കണ്ടീഷനാണ്. ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാനും വലിയ പാടൊന്നും ഉണ്ടാവില്ല. നമുക്കിനി ഒന്ന് സാൻഡ് ചെയ്ത് സർഫസൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് സാൻഡിങ്ങിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. നമ്മുടെ എക്സോസ്റ്റാണ് ഇവിടെ ഞാൻ തൂക്കിയിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അതിലുള്ള പുറത്തിരുന്ന മണ്ണും ഇതൊക്കെ തന്നെ മാക്സിമം കളയാൻ പറ്റുന്ന എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്ലീൻ ചെയ്ത് നമ്മുടെ സർഫസ് എല്ലാം പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, ബോസ്നിയുടെ ഹൈ ടെമ്പറേച്ചർ സ്പ്രേ പെയിൻ്റ് ആണ്. ഇത് വന്നിട്ട് 1200 ഡിഗ്രി ഫാരനൈറ്റ് വരെ അതിന് ടെമ്പറേച്ചർ താങ്ങാൻ പറ്റും. അതായത് 700 ഡിഗ്രി 600 ഡിഗ്രി എന്താണെന്ന് തോന്നുന്നു. സോ നമുക്കിത് മെയിൻലി യൂസ് ചെയ്യുന്നുണ്ട് അവർ സ്റ്റൗവിൻ്റെ പടവ് കൊടുത്തിട്ടുണ്ട്. സോ അത്രയും ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പെയിൻ്റാണ്. സോ ഇതാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഇത് എക്സോസ്റ്റിലേക്ക് അടിക്കാൻ പോകുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ എക്സോസ്റ്റ് കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ വണ്ടിയിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ എക്സോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊത്തത്തിലൊന്ന് ലൂസാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പ്രോപ്പർലി മൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ എക്സോസ്റ്റ് മൊത്തത്തിൽ ടൈറ്റ് ചെയ്തിട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ലൂസ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് എക്സോസ്റ്റ് എല്ലാം വെച്ച് നമ്മുടെ പ്രോപ്പർലി എല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് നട്ടും ബോൾട്ടൊക്കെ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. സോ നമുക്ക് ഞാൻ അതിലേക്ക് നോക്കാം.
വണ്ടിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സൗണ്ട് ഭയങ്കര ക്ലിയർ ആണ്. നേരത്തെ കാട്ടി കുറച്ചുകൂടെ നോയ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാക്കിലത്തെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇച്ചിരി ലൂസായിട്ടാണ് എൻ്റെ കണക്ടർ വരുന്നത്. അപ്പോൾ അതുവഴിയൊക്കെ എക്സോസ്റ്റ് ലീക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ സൗണ്ട് ഇച്ചിരി റഫായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി കൂടെ സ്മൂത്തായി. മാത്രമല്ല ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി പുക വരുന്നുണ്ട്. അതായത് നമ്മൾ എക്സോസ്റ്റ് പെയിൻ്റ് അടിച്ചതിൻ്റെയാണ്. അത് കുറച്ച് നേരം ആ ഒരു പുക ഉണ്ടാവും. അത് കഴിയുമ്പോൾ അത് പൊക്കോളും. സോ അപ്പോൾ നമ്മുടെ എക്സോസ്റ്റിൻ്റെ പണികൾ കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ ഉള്ളത് ആ പാനലൊക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഫൈനലി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ വണ്ടിയുടെ പാനൽസ് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം പുതിയ പാനലാണ്. പാനൽ ഗ്യാപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെയും എല്ലായിടത്തും തന്നെ പാനൽ ഗ്യാപ്പ് എല്ലാം പെർഫെക്റ്റ് ആണ്. സോ അപ്പുറത്തും സെയിം തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രാക്കറ്റ് മാറിയിട്ടുണ്ട്. നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ, പിന്നെ പുതിയ ബാറിൻ്റെ നമ്മൾ വെച്ചിട്ടുണ്ട്, വെയിറ്റ് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ തന്നെയാണ്. നമുക്കതിൽ കുറച്ച് ഇലക്ട്രിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ വണ്ടിയെല്ലാം 100% പക്കയാണ്. നമുക്കിനി താഴെ ഒരു പാനലും കൂടെ വരാനുണ്ട്. അത് പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ്. സോ അത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതും ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആവും. സോ ഇത്ര തന്നെയാണുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.